വിശുദ്ധ ലിഖിതം അതിൻ്റെ വായനക്കാരോടൊപ്പം വളരുന്നു എന്ന് മഹാനായ ഗ്രിഗറിയുടെ വാക്കുകൾ കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിയിൽ അന്വർത്ഥമാകുകയാണ് കഴിഞ്ഞ 23 വർഷങ്ങളായി. ലോഗോസ് ക്വിസ് 2023 വിജയകരമായ പരിസമാപ്തിയിലാണ് നാം ഇവിടെ. ലോഗോസ് ക്വിസ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണി നാം ആരംഭിക്കുന്നു. സിസ്റ്റർ പ്രിൻസി CTC ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമ്മെ സഹായിക്കുന്നു. നമുക്ക് എണീറ്റ് നിൽക്കാം. കണ്ണിമയ്ക്കാത്ത കാവലാളായി കാത്തിടൂ ദൈവമേ, കരുണയാകുന്ന കാന്തിയാലെന്നെ പുൽകുമാറാകണേ. കരളിലും എൻ്റെ നിലവിലും നിന്റെ സ്നേഹമേകണമേ. കഴലിണ നിന്റെ വഴിയിലായി ചിരം നീങ്ങുമാറാകണേ. നന്മയെന്നുള്ളിൽ ഒളിവുമങ്ങാതെ തെളിയുമാറാകണേ. നന്മയെന്നുള്ളിൽ ഒളിവുമങ്ങാതെ തെളിയുമാറാകണേ. നല്ലതായുള്ളതെന്തിനോടുമെൻ മനസ്സു ചേർന്നിടണേ. നല്ലതായുള്ളതെന്തിനോടുമെൻ മനസ്സു ചേർന്നിടണേ. ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന KCBC ബൈബിൾ കമ്മീഷൻ ബൈബിൾ സൊസൈറ്റി ചെയർമാനായിരിക്കുന്ന ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ ജെയിംസ് ആനപ്പറമ്പിൽ, അധ്യക്ഷനായിരിക്കുന്ന POC ഡയറക്ടർസിനും KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് G. പാലക്കപ്പിള്ളിയച്ച, ഒപ്പം തന്നെ KCBC ബൈബിൾ സൊസൈറ്റിയുടെ വൈസ് ചെയർമാനായിരിക്കുന്ന ആന്റണി പാലിമറ്റം, പാലക്കൽ തോമ മൽപ്പൻ എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകാനെത്തിയിരിക്കുന്ന ശ്രീ ജോയ്, KCBCയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ജോസഫ് പന്തപ്ലക്കൽ, ട്രഷററായിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ഐഡ, ഈ ദിനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി, നമ്മൾ അതിനു വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. ഏറ്റവും സ്നേഹമുള്ള അമല, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ലോഗോസ് വിജയികളെ, മാതാപിതാക്കന്മാരെ, 2023 ലോഗോസ് ഇന്നിവിടെ പര്യവസാനിക്കുകയാണ്. ഉദ്വേഗജനകമായ വാശിയേറിയ മത്സരമായിരുന്നു, വചനത്തിൻ്റെ മത്സരം. നമ്മളെല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ലോഗോസ് ഫൈനലായിരുന്നു. ആർക്കും വിജയിക്കാമായിരുന്ന, എല്ലാവരും ഒരുമിച്ച് മത്സരിച്ച, എല്ലാവർക്കും മുൻപന്തിയിലെത്താമായിരുന്ന, ആരും പിന്നിലല്ലായിരുന്ന ഒരു ലോഗോസ് ക്വിസ് മെഗാ ഫൈനൽ. നമ്മളൊക്കെ വിചാരിക്കുമോണം ഇന്നത്തെ അവസാന നിമിഷങ്ങൾ എല്ലാവരുടെ മനസ്സിൽ ഉത്കണ്ഠ അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് എന്തായാലും കൂടിയിട്ടുണ്ടാകും. അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ ക്വിസ് പ്രോഗ്രാം മുന്നോട്ട് പോയത്. അതിൻ്റെ ചാരിതാർത്ഥ്യം ഒത്തിരി മനസ്സിലുണ്ട്. KCBCക്കും ബൈബിൾ കമ്മീഷനും ബൈബിൾ സൊസൈറ്റിക്കും വലിയ അഭിമാനമുണ്ട്. എല്ലാ വർഷവും ഏകദേശം 5 ലക്ഷം പേര് വചനത്തിനായിട്ട് തപസ്സിരിക്കുന്ന ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുവാനായിട്ട്
KCBCക്ക് കഴിഞ്ഞ 23 വർഷം സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ നിമിഷം. അത് ചെറിയ കാര്യമൊന്നല്ല. ലോകത്തിൻ്റെ മുമ്പിൽ, മറ്റ് സഭകളുടെ മുമ്പിൽ, അല്ലെങ്കിൽ അമേരിക്ക, യൂറോപ്പ്, മറ്റു മേഖലകൾ, അവിടെയൊക്കെ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം, സംരംഭം, 5 ലക്ഷം പേര് ഓരോ വർഷവും വചനം പഠിച്ച് പരീക്ഷ എഴുതുന്ന, അതവർക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രോഗ്രാം ക്രമീകരിക്കാനോ പറ്റാത്ത തരത്തിൽ അവർ ആ പരിപാടിയെ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അതിനെ പ്രതി നമ്മളെ അവർ അഭിനന്ദിക്കുന്നു. അതിനാൽ വലിയ സന്തോഷമുണ്ട്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഒരു വർഷത്തെ നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ ഒരു സമാപന ദിനത്തിലാണ്. മുന്നണി പ്രവർത്തകരും പിന്നണി പ്രവർത്തകരുമായിട്ട് ഇതിൻ്റെ മുൻപിൽ ത്യാഗം ചെയ്തവർ ഒത്തിരിയാണ്. മുന്നണി പ്രവർത്തകരെന്നത് പങ്കാളികളായി വന്ന, ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന 5 ലക്ഷത്തോളം വരുന്ന ലോഗോസ് മത്സരത്തിൽ പങ്കുചേർന്നവരാണ്. പിന്നണി പ്രവർത്തകർ നമ്മുടെ ബഹുമാനപ്പെട്ട ജോജു അച്ഛൻ ഉൾപ്പെടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരും, പ്രത്യേകിച്ച് സവിശേഷമായിട്ട് കിസ് മാസ്റ്റർ, പിന്നെ അതുപോലെ തന്നെ ആങ്കർ, പിന്നെ നമ്മുടെ സഹപ്രവർത്തകർ, ഈ മീഡിയ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടവർ, ഇതിന് ഉപകാരികൾ, ഇങ്ങനെയൊക്കെ ഒത്തിരി പിന്നണി പ്രവർത്തകരുമുണ്ട്. മുന്നണി പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എങ്ങനെ 1ാം സ്ഥാനത്ത് എത്തിക്കുക എന്നാണെങ്കിൽ, പിന്നണി പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എങ്ങനെ കുറേ പേരെ ഒഴിവാക്കുക എന്നതാണ്. രണ്ടുപേരും മുൻപോട്ട് കുതിക്കുകയാണ്. ഫെസ്സിലൂടെ ഓരോ തവണയും ഓരോ റൗണ്ടിലും, ഇടവകയിൽ, പിന്നെ രൂപതയിൽ, പിന്നെ ഇവിടെ അത് ബൈബിൾ ക്വിസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു രീതി അതാണ്. പ്രതിഭയെ കണ്ടെത്തുന്നതിന് വേണ്ടി വളരെ വിഷമം പിടിച്ച ജോലിയാണ് ബൈബിൾ ക്വിസ് മാസ്റ്റേഴ്സിനുള്ളത്. പക്ഷെ അവരുടെ മുമ്പിലുള്ളത് ഒഴിവാക്കി ഒരാളെ തിരഞ്ഞെടുക്കുക എന്നതാണ്. പങ്കെടുത്ത നിങ്ങളെല്ലാവരും മുന്നേറുവാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു സമാപനത്തിലാണ് നമ്മൾ. എൻ്റെ മനസ്സിലുള്ള നല്ലൊരു ബൈബിൾ ചിത്രം, യേശു മരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം നമ്മിൽ ആരാണ് ഒന്നാമൻ എന്നതായിരുന്നു. അത് ഈശോ പലതവണ പഠിപ്പിച്ചും തിരുത്തിയും അവരോട് പറഞ്ഞു, നിങ്ങൾ കുരിശിൻ്റെ വഴിയിലൂടെ വരണം. ഈ ജീവിതത്തിൽ വെച്ചെല്ലാം നഷ്ടപ്പെടുത്തുന്നവരാണ് യഥാർത്ഥത്തിൽ എല്ലാം നേടുന്നത്. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ പ്രത്യക്ഷീകരണ രംഗത്ത് നമ്മൾ കണ്ടെത്തുന്ന മനോഹരമായ ഒരു കാര്യം, അവർ അച്ചീവ് ചെയ്ത നേട്ടം അതായിരുന്നു. 2 പേരോട് പറഞ്ഞു, കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. 2 പേരും കല്ലറയിലേക്ക് ഓടി. ഒരുത്തൻ ആദ്യമെത്തി, അയാൾ അല്പം മാറി നിന്നിട്ട് പറഞ്ഞു, പിറകെ വന്ന ആൾ മുൻപോട്ട് പോകുക. അങ്ങനെ രണ്ടാമത് വന്നവൻ ആദ്യം കല്ലറയിൽ തൊട്ടു, പിന്നീട് പിറകെ ചെന്ന് ആദ്യം എത്തിയവനും വിശ്വസിച്ചു. അങ്ങനെ പുനരുത്ഥാനം പ്രഘോഷിക്കപ്പെട്ടുവെന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ലോഗോസ് ക്വിസ് എന്ന കത്തോലിക്ക സഭയിൽ നടക്കുന്ന ബൈബിൾ പഠന മേഖലയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പങ്കുചേരുന്ന വലിയൊരു മത്സരമാണ്. പക്ഷെ അതിൻ്റെ ചൈതന്യം ഇവിടെ ജോജോച്ചൻ സൂചിപ്പിച്ചതുപോലെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ, നമ്മളെല്ലാവരും വിജയിക്കുന്ന ഒരു പ്രതിഭാസമാണ് ലോഗോസ് ക്വിസിൻ്റെ ചൈതന്യം. ഇന്നു മുതൽ ഇവിടെ അമലയും കൂടി ബൈബിൾ സുവിശേഷ വേലയുടെ പ്രചാരണത്തിൻ്റെ ഒരു അംബാസഡറായിട്ട് മാറുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവരും, അനേകം കുടുംബങ്ങൾ ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുക വഴിയായിട്ട് നിരവധി കുടുംബങ്ങളിൽ അനുദിനം ഇന്ന് ദൈവവചനം പ്രാർത്ഥനയുടെ ഭാഗമായി മാറുന്നുണ്ട്. നമ്മുടെ മതാധ്യാപകർ, സിസ്റ്റേഴ്സ്, വൈദികർ, രൂപത ഡയറക്ടർമാരെല്ലാം മതബോധനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ദൈവവചനത്തെ അറിയുക,
അത് പഠിക്കുക, അത് അറിയിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. യഥാർത്ഥത്തിൽ ഈശോ നമ്മെ ക്ഷണിക്കുന്നതും അതാണ്. വചനം അറിയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് പാറമേൽ ഭവനം പണിയുന്നവർ. പേമാരിയുടെ മുൻപിലും കൊടുങ്കാറ്റിൻ്റെ മുൻപിലും നിപതിക്കാത്ത ഭവനം വചനത്തിൽ പണിതുയർത്തുന്ന ഭവനമാണ്. ആ പ്രക്രിയയിലാണ് നമ്മളെല്ലാവരും. അതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് 5 ലക്ഷത്തോളം വരുന്ന മലയാളികൾ ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾക്ക് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കുറച്ചൊക്കെ പുറത്തുള്ളവരുമായി കൂടി ഇതിൻ്റെ ഒരു വിശാലമായ ഒരു പാർട്ടിസിപ്പേഷൻ കൂടി വരുന്നുണ്ട്. എന്നാലും പ്രഥമത കേരള സഭയുടെ പങ്കാളിത്തമാണ് ഇതിൻ്റെ മുൻപിലുള്ളത്. അപ്പം നമ്മൾ എല്ലാവരും ഈ ഒരു വലിയ ശുശ്രൂഷയിലേക്ക് വളരുന്നു എന്നറിയുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. നമ്മൾ കൈക്കുഞ്ഞിനെയുമായിട്ടാണ് ഈ പഠനങ്ങളിൽ പങ്കുചേർന്നത്. അമലയെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും വളരെയധികം ത്യാഗം ചെയ്താണ് ഈ വേദിയിൽ എത്തിയത്. യഥാർത്ഥത്തിൽ നമുക്ക് 6 പ്രതിഭകൾ തന്നെയാണുള്ളത്. അവരവരുടെ മേഖലയിൽ നിന്ന് ഏറ്റവും മുൻപന്തിയിൽ എത്തിയവരാണ്. നിങ്ങൾ ഇവിടെ ആരും ആരെയും തോൽപ്പിക്കുകയല്ല. ഞാൻ പറഞ്ഞതുപോലെ ഈശോയുടെ ചൈതന്യത്തിൽ ഒരു പുതിയ കാഴ്ചയാണ്. എല്ലാവരും കല്ലറയിലേക്ക് ഓടുന്നു. ജീവിക്കുന്ന കർത്താവിനെ കാണുവാൻ ആദ്യമെത്തുന്നവർ പുറകിലുള്ള ആളോട് നീ ആദ്യം കയറുക എന്ന് പറഞ്ഞ് മാറുന്നു. അതിനുശേഷം പ്രവേശിക്കുന്നു. എല്ലാവരും വിശ്വസിക്കുന്നു. കർത്താവിനെ കണ്ടുള്ള സന്തോഷം അത് ഈ വചനത്തിൻ്റെ പഠന അതിനെ ഉപാസിച്ച ഈ നാളുകളിൽ നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ എല്ലാവരെയും ഹൃദയപൂർവ്വം അനുമോദിക്കുകയും ഈ സുദിനത്തിൽ ഇതിൻ്റെ ചാമ്പ്യനായി നമ്മുടെ ബൈബിൾ അപ്പോസ്തലറ്റിൻ്റെ അംബാസഡറായി ലോഗോസ് പ്രതിഭയായി വരുന്ന പ്രിയപ്പെട്ട അമലയെ ഹൃദയപൂർവ്വം അനുമോദിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2023 ലോഗോസ് ക്വിസ് മത്സരം ഇവിടെ പരിസമാപ്തിയിലെത്തുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ അഭിമാനവും സന്തോഷവും മത്സരാർത്ഥികളെക്കുറിച്ചും മത്സരത്തിൽ വിജയിച്ചവരെക്കുറിച്ചും ഉണ്ട്. അഭിമന്യ പിതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വചനത്തിൻ്റെ സാക്ഷികളും വചനം മറ്റുള്ളവരെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നവരുമായി ഈ പ്രതിഭകൾ മാറുകയാണ്. വാസ്തവത്തിൽ അവരാണ് ഇനി ലോഗോസിൻ്റെ അംബാസിഡർമാരെന്ന് പിതാവൂടെ പറയുകയുണ്ടായി. കർത്താവിൻ്റെ വചനം ഇത്രമാത്രം ആഴത്തിൽ വായിക്കാനും പഠിക്കാനും കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിനും പുറത്തുമുള്ള സകല ക്രൈസ്തവ സഹോദരങ്ങൾക്കും പ്രചോദനം നൽകുന്ന രീതിയിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ബൈബിൾ കമ്മീഷനും അതിന് കീഴിലുള്ള ബൈബിൾ സൊസൈറ്റിയും വളരെ നിസ്തുലമായ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോജോച്ചൻ പറയുകയുണ്ടായി, 25ാമത്തെ വർഷത്തിലേക്ക് ലോഗോസ് ക്വിസ് മത്സരം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടോളം വചനത്തെ ഇപ്രകാരം സ്നേഹിക്കാനും ധ്യാനിക്കാനും മലയാളി സമൂഹത്തെ പ്രേരിപ്പിക്കുവാൻ ബൈബിൾ കമ്മീഷന് സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല. വളരെയേറെ പേര്, വിവിധ പ്രായക്കാർ ബൈബിളിലൂടെ അനായാസം ഊളിയിട്ട് പോകുന്നത് ഈ ലോഗോസ് ക്വിസിൻ്റെ പ്രത്യേകതയാണ്. 5.5 ലക്ഷം പേര് പരീക്ഷ എഴുതുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ SSLC പരീക്ഷ എഴുതുന്നത് പോലെ ഏതാണ്ട് അതിന് സമാനമായ അത്രയും ആളുകളാണ് ലോഗോസ് ക്വിസിലും പരീക്ഷ എഴുതുക. എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു വലിയൊരു തലമുറ മുഴുവനുമുണ്ട്. ഇത്രയേറെ പേരെ ബൈബിളിലേക്ക് ആകർഷിക്കുവാനായിട്ട് കഴിയുന്നു എന്നത് വലിയ കാര്യമാണ്.
ഇതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ പേര് അധ്വാനിച്ചിട്ടുണ്ട്. ഓരോ രൂപതയിലെയും ബൈബിൾ അപ്പോസ്റ്റലേറ്റിൻ്റെ ഡയറക്ടർമാർ മാത്രമല്ല, ആനിമേറ്റേഴ്സ്, ഇടവക വികാരിമാർ, കാറ്റഗിസം അധ്യാപകർ, ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള വ്യക്തികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, ഇങ്ങനെ ഒത്തിരിയേറെ പേരുടെ അധ്വാനം ഇതിന് പിന്നിലുണ്ട്. അവരെല്ലാവരെയും നമ്മൾ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു വലിയൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ പരിസമാപ്തിയിലാണ് നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുക. ഈ ഒരു വർഷത്തെ ഈ അധ്വാനത്തിന് ദൈവം നമുക്ക് വലിയൊരു കൃപയാണ് നൽകിയിരിക്കുന്നത്. എവിടെയൊക്കെ വചനം പ്രസംഗിക്കപ്പെടുന്നുണ്ടോ, എവിടെയൊക്കെ വചനം പങ്കുവയ്ക്കപ്പെടുന്നുണ്ടോ, അവിടെയൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ലോഗോസ് ക്വിസ് മത്സരം നടത്തുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കൃപയാണ് ഈ സമൂഹത്തിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കുന്നത്. അതിന് നമ്മൾ ഉപകരണങ്ങളാക്കുന്ന ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ നമ്മളിപ്പോൾ ആയിരിക്കുക. അമല ഷിൻഡോയും അവൾ അധ്യാപികയാണ്. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ലിയ തെരേസായും ഇഞ്ചോടിഞ്ച് പോരാടിയാണ് ഇന്ന് ലോഗോസ് പ്രതിഭ മത്സരം സമാപിക്കുക. ഏതാണ്ട് 1 പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് 10ാം ക്ലാസ്സിലെ ലിയ ഇപ്രാവശ്യം ഈ ലോഗോസ് പ്രതിഭയാകാതെ പോയത് എന്നത് ലിയയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമത്തിന് കാരണമാകുമെങ്കിലും അവൾക്കത് അടുത്ത വർഷം ലോഗോസ് പ്രതിഭയാകുവാനുള്ള ഒരു വലിയ ഇച്ഛാശക്തി, ഒരു വലിയ പ്രചോദനമായിട്ട് അത് നിൽക്കുകയാണ്. അതുകൊണ്ട് ലിയ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ലിയയുടെ മുമ്പിൽ ഇനിയും അവസരങ്ങളുണ്ട്. പക്ഷേ അമലയ്ക്ക് ഇത് ഇനി അവസരമില്ല എന്ന് ജോജു അച്ഛൻ പറഞ്ഞു. അമല ഇനി ലോഗോസ് പ്രതിഭയാണ്, ലോഗോസിൻ്റെ അംബാസിഡറാണ്, ഈ പരീക്ഷ നടത്തിപ്പുകാരിയായിട്ട് മാറുകയാണ്. ഇന്ന് ഈ ലോഗോസ് ക്വിസിൻ്റെ ഫൈനൽ മത്സരത്തിൽ പ്രതിഭയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അമല ഷിൻഡോയ്ക്കും അവർ പ്രതിദാനം ചെയ്യുന്ന ഇരിങ്ങാലക്കുട രൂപതയ്ക്കും KCBCയുടെയും POCയിലെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ലോഗോസ് പ്രതിഭ മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ വന്ന 6 പേർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുകയാണ്. രണ്ടായിരത്തി 2023 ലോഗോസ് പ്രതിഭയായി ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്നുള്ള അമല ഷിൻഡോയെ പ്രഖ്യാപിക്കുന്നു. കരങ്ങളടിച്ച് ഈ പ്രഖ്യാപനത്തെ നമുക്ക് ഏറ്റുവാങ്ങാം. രൂപതയ്ക്കുള്ള ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് രൂപതയിൽ നിന്നുള്ള ഡയറക്ടറസിനെയും മറ്റ് അംഗങ്ങളെയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രൂപതയ്ക്കുള്ള ട്രോഫിയാണ് ഏറ്റവും ആദ്യം നൽകുക. രൂപതയിൽ നിന്ന് മത്സരിക്കാനായി വന്നവരും രൂപത ഡയറക്ടറസിനും കൂടി വരണമെന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതിനുശേഷം പിതാവിൽ നിന്നും മറ്റു വിശിഷ്ട വ്യക്തികളിൽ നിന്നും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ട്രോഫി സ്വീകരിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കുമ്പോൾ. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് മുൻപൊക്കെ ഇങ്ങനെ ഒരു ലോഗോസ് പ്രതിഭയാവണമെന്ന്. പക്ഷേ മുൻപ് ഫൈനലിൽ കയറാൻ പറ്റിയില്ല. സെമി ഫൈനൽ വരെയാണ് ഞാൻ 2019 വന്നിട്ടുണ്ടായിരുന്നത്. 2 വർഷം എനിക്ക് എഴുതാൻ സാധിച്ചില്ല. ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു. കാരണം 2021 22 ഞാൻ ലോഗോസ് എഴുതിയില്ല. ഞാൻ ആദ്യമായിട്ട് എഴുതാതിരുന്നതും അപ്പോഴാണ്. എഴുതാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഈ വർഷം എഴുതണമെന്ന് എൻ്റെ
അമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ എന്തായാലും എഴുത്. അങ്ങനെ എഴുതി. പക്ഷെ ഞാൻ തന്നെ നേടിയ ഒരു വിജയമല്ല ഇത്. കാരണം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്ക് 2 കുഞ്ഞുമക്കളാണ്, ഞാനൊരു അധ്യാപികയാണ്. അപ്പോൾ എൻ്റെ മക്കളുടെ കാര്യം ഞാൻ നോക്കാൻ നിന്നാൽ നമുക്കറിയാലോ, അത് വായിക്കാനൊന്നും നമുക്ക് നേരം ഉണ്ടാവില്ല. എൻ്റെ വീട്ടുകാരും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും എൻ്റെ കുഞ്ഞുമക്കളെ നോക്കിയതുകൊണ്ടും, അതുപോലെ തന്നെ എൻ്റെ ഇടവകയിലെ വികാരിച്ചൻ, കൊച്ചച്ഛൻ, എൻ്റെ രൂപത, പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ സ്കൂള്, ഇവരെല്ലാം എനിക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ നിമിഷത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. എൻ്റെ മാത്രം ത്യാഗത്തിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരിക്കലും ഇത് കാണില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ എന്നോടൊപ്പം ചേർന്ന് നിന്ന് എന്നെ ഇതിനായിട്ട് പ്രോത്സാഹിപ്പിച്ച എല്ലാവരും, ഒരുപാട് പേരുണ്ട് പറയാനായിട്ട്. ഞങ്ങളുടെ രൂപതയിലെ തന്നെ ഞങ്ങളുടെ ഡയറക്ടർ അച്ഛൻ, അതുപോലത്തെ മുൻ വർഷത്തെ ലോഗോസ് പ്രതിഭയായിട്ടുള്ള ടോണി ചേട്ടൻ, മേഴ്സി ടീച്ചർ, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് കണ്ടുമുട്ടിയ കഴിഞ്ഞ വർഷത്തെ ലോഗോസ് പ്രതിഭകളായിരുന്ന നിമ ചേച്ചി, അതുപോലെ സിസ്റ്റർ, എല്ലാവരും ഇന്നലെ തന്നെ ഇങ്ങനെ ഫൈനലിലേക്ക് കയറി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ തന്നു. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണല്ലോ, എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ടാണ് ഞാൻ ഇനി മെഗാ ഫൈനലിലേക്ക് വന്നത്. ഇവിടെ ക്യുസ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ആദ്യത്തെ റൗണ്ടിലൊക്കെ ഞാൻ മുന്നിട്ട് നിന്നിരുന്നു, പക്ഷേ പിന്നെ പയ്യെ ഒന്ന് ബാക്കിലോട്ടായി. പിന്നെ ഒരു റൗണ്ടിൽ വന്നപ്പോൾ മൈനസ് മാർക്ക് വന്നു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ക്യൂസ് മാസ്റ്റർ പറഞ്ഞു, അതിനൊന്നും വിഷമിക്കേണ്ട, ചിലപ്പോൾ ഈ മൈനസ് മാർക്ക് വാങ്ങിച്ചവരായിരിക്കും ചിലപ്പോൾ മുൻപിലെത്താമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ആശ്വസിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവസാനത്തെ ചോദ്യം, അതാണ് എല്ലാം മാറ്റിമറിച്ചത്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഞാനല്ല, എൻ്റെ നാവിലൂടെ, എൻ്റെ അധരത്തിലൂടെ ദൈവം പരിശുദ്ധാത്മാവ് വഴിയായിട്ടാണ് എനിക്ക് പറഞ്ഞു തന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് 2023 ലോഗോസ് ക്വിസിൻ്റെ അവസാനത്തെ ചോദ്യമായിരുന്നു അത്. അതിലാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു ലോഗോസ് പ്രതിഭാ പട്ടം കിട്ടിയത്.